അപ്പൊ ഫ്രണ്ട്സ് ഓൾ ഇൻ വണ്ണിലേക്ക് സ്വാഗതം. നമ്മളെ ഗൈസ് നമ്മുടെ മച്ചാന്റെ വീട്ടിൽ വന്നേക്കാണ്. നമ്മുടെ മച്ചാന്റെ പേരാണ് ദേവനന്റെ. എന്താ പേര് അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഈ വീട് കാണുമ്പോ എന്താ തോന്നണം നമുക്ക്? ഇതൊരു റൂമാണോ അതോ ഒരു പ്ലേ ഗ്രൗണ്ട് ആണോ എന്നൊരു സംശയമുണ്ട്. രണ്ടും ആവാന്ന്. വെറുതെ ഇല്ല, ഇവിടെ ഫുട്ബോളൊക്കെ കിടപ്പുണ്ട് കേട്ടോ മച്ചാനെ. കിടക്കണേ ഫുട്ബോളൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഇവൻ രാത്രി ഇവിടെ കട്ടില് 10 മണിക്ക് ഇവിടെ ഫുട്ബോൾ കളിക്കുന്നു തോന്നണേ. അത് നമ്മളോട് പറയാൻ എന്തിനാണ് കളിക്കണം. ഇവിടെ ഞാൻ കുറച്ച് പട്ടികൾക്ക് തീറ്റയിട്ട് കൊടുക്കണ പോലെ കിൻഡർ ജോയ് തീറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ണത്തിന്റെ കയ്യിൽ കിൻഡർ ജോയ എന്തെങ്കിലും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ കിടക്കണേ ഒരു കിൻഡർ ജോയ്. ഒരേ ഒരു കിൻഡർ ജോയ് മാത്രം മതി. ഞാൻ സത്യം പറയാ, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. എന്തായാലും എൻ്റെ ചാനൽ വെറുതെ ഇരിക്കുക. അപ്പോൾ ഒന്ന് തലാളിക്കണമെങ്കിൽ ഒന്ന് എടുക്കണ്ടേ. അപ്പം നിന്റെ റൂം നീയാ പരിചയപ്പെടുത്തണ്ടേ, ഞാനല്ല. ഏതാണത് പോണ നിന്റെ ചാനലായതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. പരിചയപ്പെടുത്തിട്ടാ പൈസ കഴിവില്ലേ? പിന്നെ ഞാൻ നിന്റെ കെട്ടിയവനാണല്ലോ. അടിച്ച് പല്ല് വിളിച്ചിട്ട് പരിചയപ്പെടുത്തടാ. ഇത് ഞാൻ പറയാം. നമ്മുടെ പ്രണീതാണ് ആള്. എന്താ ആള് നമ്മുടെ നടക്കലാണിത്. നടക്കലിന്റെ ഫാൻസാണ് ഈ കാണുന്ന. ജയഗുരു മറക്കണ്ട. എന്താ പറയാൻ പറഞ്ഞപ്പോ നമ്മള് പറ എന്താണ്? ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. കിടക്കാച്ച ബാത്റൂമാണ്. ലൈറ്റ് ഇട്ടാലും ലൈറ്റ് ഇട്ടാലും ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ. ആ ബാത്റൂമാണോ ഒരു പാർട്ടി റൂമാണോ എന്ന് എനിക്കറിയില്ല. ചെക്കന് ഇവിടെ കളിപ്പാട്ടൊക്കെ ഇട്ട് കളിച്ചു തുടങ്ങി. കളിച്ചോ ചിരിക്കുമെന്ന് വേണ്ട. നമ്മക്കൊക്കെ ഈ ഏജിലാണ് കിൻഡർ ജോയ് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കിൻഡർ ജോയ് കഴിക്കാൻ പറ്റുമോ കൊച്ചുപിള്ളേരുടെ മുമ്പില്? അപ്പൊ ഞാൻ ഇവിടെ പട്ടികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കണ പോലെ എന്തായാലും ഇവന്റെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി കൊടുത്താണ്. കഴിച്ചോ? എന്തൊക്കെയാ ഉള്ള അതിൻ്റെ അകത്ത്? ഹരി എന്തൊക്കെ കിൻഡർ ജോയിന്റെ അകത്താ? ഞാൻ ചോദിച്ച കിൻഡർ ജോയിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചത്. ഏതൊരു സാധനം. പിന്നെ ഒരു സ്പൂണ് കട്ടിൽ എറിഞ്ഞു കിടക്കണം. ഒരു സ്പൂണ്. പിന്നെ കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 2 ബോള അതിൻ്റെ അകത്തുണ്ട്. വേറൊന്നുമില്ല. ഇവിടെ എന്താണ് മാഡം ജിക്ക് കിട്ടിയ കീ ചെയിനാ? എൻ്റെ ഒരു കീ ചെയിൻ പോയി ഗൈസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? എൻ്റെ ഒരു ആൽഫബറ്റ് എയുടെ കീ ചെയിനാണ്. അതെൻ്റെ വീട്ടിൽ തന്നെ കിടന്നീച്ചാണ്. ഞാനാണോ എൻ്റെ വേറൊരു ഒരു 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 കൂട്ടുകാരി ഉണ്ട്, അവളാണ് എന്തുകൊണ്ടാണോ മാറ്റി വെച്ചത്. ഇതിപ്പോൾ ആ കീ ചെയിൻ അവിടെ കാണണില്ല. എങ്ങനെ എടുത്ത് കണ്ടുപിടിച്ചെടുക്കും? ഒരു ആൽഫബറ്റ് എ ആണ്. കളറ് ഈ പെൻബിലാൻ്റെ കീ ചെയിൻ പോലത്തെ കീ ചെയിനാണ്. ഒരു ബ്ലൂവും ഒരു ഗ്രേയും അല്ല, ഗ്രേ അല്ല സോറി, സിൽവറും കൂടി ഉള്ളൊരു മിക്സഡ് ഗ്രേ കളറാണത്. എന്താണിത് ഉണ്ടാക്കിയാ? ഒരു ബോളം ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ ഉണ്ടാക്കിയേ? സ്റ്റിക്കർ ഒട്ടിക്ക് പട്ടി. ഇവന്റെ റൂം പരിചയപ്പെടുത്തുമ്പോ ഞാൻ ആലോചിക്കണത് ഇതൊരു റൂം തന്നെയാണോ എന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കണം. ഹാൻഡിലൊന്നും ഇല്ലാത്തൊരു ഡോറും. കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പറയണല്ല, എന്തൊക്കെയാണ് അപ്പൊ ഇവിടെ നടക്കണം. ഈ കട്ടിൽ ആരൊക്കെ കിടക്കണം? എത്ര മൈലേജ്? എത്ര? അത്ര ഒരു മൈലേജ് കിട്ടിയത്. എക്സോറൂം എത്ര പറയണേ? എക്സോറൂം നമ്മള് ഗൈസ് ഈ കട്ടിലുള്ള മൈലേജ് ആണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഓൾ ഇൻ വണ്ണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനലിലേക്കുള്ള ഇതിലാണ്. നേരത്തെ ഒരു വീഡിയോ എടുത്താണ്, അത് പകുതിക്ക് വെച്ച് നിർത്തി. ഇതൊരു കട്ടൻ ചായ കേട്ടോ. ഇവിടെ വെച്ച് നമ്മുടെ ചെക്കൻ ദേവനന്ദന്റെ വീട്ടിൽ വെച്ചുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. ഭക്ഷണമെല്ലാം കഴിച്ച് ഫ്രൈഡ് റൈസും ബീഫ്, ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഐസ്ക്രീം, ഓറിയോ, ജ്യൂസ്, പെപ്സി, 7up എല്ലാം ഉണ്ട്. കൊക്കക്കോളയും ബ്രാൻഡി എല്ലാം ഉണ്ട് ഇവിടെ. സോറി കേട്ടോ മച്ചാനെ, ബ്രാൻഡി ഒന്നുമില്ല ഇവിടെ.
ഞാൻ അറിയാണ്ട് പറഞ്ഞപ്പോ ആ ഫ്ലോ അങ്ങോട്ട് പോയിന്നാണ്. അപ്പൊ ഞങ്ങളിവിടെ വെറുതെ വന്ന് നിക്കണേണ്. എന്താണ് പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഹോണ്ടാ സിറ്റിയില് തോളത്ത് ഇട്ടേക്കണേ കൈ മാറ്റണത്. നീ വെച്ചോ, നീ കാരണം കൊള്ളാറല്ലേ, വെച്ചോ. അപ്പൊ ഈ കാണുന്ന വണ്ടിയാണ് ഓൾട്ടോ. ആ ഓൾട്ടോ ഇവിടെ കിടപ്പുണ്ടോ മച്ചാനെ? എവിടെ കാണലല്ലോ. എന്നിട്ട് വീടാടാ, ഒരു സ്ഥലത്തും ലൈറ്റും ഇല്ല. മേക്കാണെങ്കിൽ ഒട്ടും ലൈറ്റ് ഇല്ല. ആ ഇവിടെ സ്കൂട്ടറൊക്കെ കിടപ്പുണ്ട്. സ്കൂട്ടർ പക്ഷെ കാണൂലെന്നേ ഉള്ളു. രാത്രി കണ്ട് കാണാൻ പറ്റൂല. ഞങ്ങൾ ഇവന്റെ വീട്ടിൽ ഒരു ദിവസം വന്ന് കിടക്കാൻ പോണേ. 3 പേര് ഒന്നിച്ച് കിടക്കാൻ പോവാ. 1 ഡേ നൈറ്റ് സ്റ്റേ. അല്ലെങ്കിൽ നമുക്കൊരു വെക്കേഷൻ 1 ഡേ ആക്കണ്ടേ. 20 days. ബോർഡ് എക്സാം നമ്മള് ഡയറി നോക്കിയാൽ ഡയറിയിലുണ്ടാവും. പക്ഷെ ഏപ്രിലിൽ നോക്കിയപ്പോ ഒന്നുമില്ല. അപ്പൊ ടീച്ചർ പറയും 10ാം തീയതി ഒക്കെയാണ് പറയണേ. 10ാം തീയതി ആണെങ്കിൽ വിഷുവിന് നമുക്ക് അമിട്ടൊക്കെ. 10ാം തീയതി വിഷുവാണ്. 10 അല്ല 15ാം തീയതി അല്ലേ മച്ചാനെ വിഷു? 15. എന്നിട്ട് ഞാനൊക്കെ അമിട്ട് പൊട്ടിക്കണ മാസ്റ്ററാ, പടക്കം പൊട്ടിക്കണ മാസ്റ്ററാ. പടക്കമൊന്നും പൊട്ടിക്കണ്ട. പടക്കം ഞാൻ എന്തായാലും പേപ്പർ പടക്കം ഉണ്ടല്ലോ. ഇവിടെ വല്ല പേപ്പർ ഉണ്ടോ പടക്കം പൊട്ടിക്കാൻ? ഞാൻ പടക്കം കൊണ്ടുവരാൻ മറന്നുപോയി. കുറച്ച് ബൈക്കും കാറൊക്കെ പോകണ്ട് മച്ചാ. എന്താണ് കാണണ്ടേ? എന്താണ് പട്ടികളുടെ വാല. കുറച്ച് പട്ടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ജാതിയായിട്ട് സമരം ചെയ്യാനാണെന്ന് തോന്നുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിച്ച് സുഖമായിട്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച്, ചായക്കൊരു കടിയില്ല, വെറും പച്ച ചായ കുടിച്ചൊന്നുമില്ല. കുഴപ്പമില്ല, പച്ച ചായ ഞാൻ ചായക്കടയിലും കുടിച്ചിട്ടുള്ള. ചായക്കടിക്കൊന്നും ഞങ്ങൾ ചായ ഒന്നും കുടിക്കില്ല. കടിയൊന്നും കഴിക്കില്ല ഞാൻ. അപ്പം നമ്മൾ നാളെ വരില്ലേ സ്കൂളിൽ? അറിയോ? വന്നില്ലെങ്കിൽ അടി. ഞാൻ എന്നെ പറഞ്ഞ ഈ ചൂടുവെള്ളം മോന്തക്ക് തോന്നിയില്ലേ. പിന്നെ അവന്റെ ഞാൻ ലാഭ അറിയില്ല. ഇവിടെ കുറച്ച് സ്കൂട്ടറും ബൈക്കൊക്കെ പോകണ്ടല്ലോ. എന്താണ് അവിടെ? എന്താ പോലെ ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഉണ്ട്. അത് നമ്മുടെ ക്ലാസ്സിലുള്ളല്ലേ, നമ്മുടെ സ്കൂളിലുള്ളവര്. ഇത് കുറച്ച് 2-3 പെൺപിള്ളേരൊക്കെ ഇവിടെ കൂടെ പോയി. നിനക്കറിയില്ല, എനിക്കറിയാം. ഞാൻ പെൺപിള്ളേരൊക്കെ വായ നോക്കിയിട്ടുള്ള ആളാണ്. ഇവിടെ എപ്പോഴും ഇവന്മാര് 2 പേര് അടിയാണ്. എന്താണ് ഈ കാണുന്നത് മച്ചവരെ? ഇവിടെ എങ്ങനെയാ ജീവിക്കാ? നിറച്ചും വീടും, ഒരു സീനറി ഇല്ല. ഞാൻ നിന്നെ കുറ്റം പറയാനല്ല. നമ്മളിവിടെ ഒരു ചായ കുടിച്ചതിന് മച്ചാനെ. അപ്പാ പൊളിഞ്ഞു. അത് മാത്രമല്ല മച്ചാന്മാരെ, നമ്മള് ഹോണ്ടാ സിറ്റി കണ്ട്. ഹോണ്ടാ സിറ്റി വെളുത്തതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല കളറാണ്, വെളുപ്പൊക്കെ നല്ല കളറാ. ആ ബർത്ത്ഡേ പോയി എന്താ വെച്ചേ?